ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, നിരീക്ഷിക്കാൻ നമുക്കൊപ്പം ദിലീപ് കുമാർ ചേരുകയാണ്. പറയൂ ദിലീപ് കുമാർ. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം വന്നതായി വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേകിച്ച് അവരുടെ വ്യോമ സൈനിക താവളങ്ങളിൽ വലിയ വിനാശമാണ് വരുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഡ്രോണാക്രമണം നടത്തിയതിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാന്റെ വ്യോമ സൈനിക താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ആ ആക്രമണം ഏറെക്കുറെ ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നതും. അവരുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ ചക്ലാലയിലെ നൂറാഖാൻ എയർബേസ്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എയർബേസ് ആയിട്ടുള്ള ഷൊറാക്കോട്ടയിലെ എയർബേസ്, മുറീദ് എയർബേസ് തുടങ്ങിയവയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ F-16 അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം, ചൈനീസ് നിർമ്മിത യുദ്ധവിമാനമായ F-17 ഈ വിമാനങ്ങൾ സ്റ്റേഷൻ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട 2 വിമാനത്താവളങ്ങളിലും വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഭോഗേർ എന്ന സ്ഥലത്ത് നടത്തിയ, അവിടുത്തെ വ്യോമത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് അടക്കമുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള വ്യോമസേനാ അംഗങ്ങൾ, പാകിസ്ഥാൻ വ്യോമസേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. 50ഓളം പാകിസ്ഥാൻ സൈനികർ ഈ ആക്രമണത്തിൽ, ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാൻ ഇന്ത്യ സൈനികതല ചർച്ച അടുത്ത ഘട്ടം ഇന്ന് വീണ്ടും നടക്കും. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു നേരത്തെ ചർച്ച നടന്നിരുന്നത്. ഇന്നതിൻ്റെ തുടർച്ച എന്ന നിലയിലുള്ള ചർച്ചയാകും. ഈ ചർച്ചയിൽ പ്രധാനമായും ഉയരുന്ന കാര്യങ്ങൾ ഈ അതിർത്തിയിലെ സേനാവിന്യാസം കുറയ്ക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഒരു ധാരണയായതാണ്. അക്കാര്യത്തിൽ ഒരു കൂടുതൽ ധാരണ, അല്ലെങ്കിൽ കൃത്യമായൊരു ധാരണ ഇന്നത്തെ ചർച്ചയിലായിരിക്കും ഉണ്ടാവുക. നേരത്തെ ഏപ്രിൽ മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്ന നിലയിലേക്ക് അതിർത്തിയിൽ 2 രാജ്യങ്ങളും തങ്ങളുടെ അംഗബലം കുറയ്ക്കുക, ആ നിലയിലേക്ക് നേരത്തെ എവിടെയാണോ പൊസിഷൻ ചെയ്തിരുന്നത് ആ സ്ഥലത്തേക്ക് സേനകളെ മാറ്റുക തുടങ്ങിയ കാര്യത്തിലായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമുണ്ടാക്കുക. അതിർത്തി ലംഘിച്ചുവെന്നാരോപിച്ച് ഇന്ത്യയുടെ ഒരു BSF ജവാനെയും പാക് റേഞ്ചേഴ്സിൻ്റെ ഒരു ജവാനും 2 രാജ്യങ്ങളുടെയും കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ചും നേരത്തെ 2 രാജ്യങ്ങളുടെയും BSF പാക് റേഞ്ചേഴ്സ് തല ചർച്ചയിൽ ഫ്ലാഗ് മീറ്റിങ്ങുകളിൽ അത്തരത്തിൽ ഒരു സമവായം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഈ സൈനിക തല ചർച്ചയിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നേക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. SK ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.